രാവിലെ തന്നെ നെയ്യിട്ട് പത്തിരി തിന്നാൻ പോകും കേട്ടോ. പക്ഷെ ഇതൊക്കെ കഴിച്ചിട്ടാണ് ഈ ഒരു തടിയിൽ കൊളസ്ട്രോൾ ഉണ്ട് നിങ്ങൾ ആരും വിശ്വസിക്കുമോ? ഷുഗർ തന്നെ ഇവരെ ഫാമിലിയിൽ മൊത്തത്തിലില്ല, പക്ഷെ കൊളസ്ട്രോൾ ഉണ്ട് കേട്ടോ. കാരണം ഇതിൽ നെയ്യ് ഒഴിക്കണ നിങ്ങൾ കണ്ടോളിട്ടോ, അമ്മ അവർ ഒഴിച്ച് കഴിക്കും. ഒഴിച്ചിക്കാട്ടിങ്ങനെ ഉണ്ടാക്കണ്ട. ചൂടുള്ള പത്തിരി ആയിട്ട് എടുക്കും, അതിലേക്ക് ആ നെയ്യ് ഇങ്ങോട്ട് ഒഴിക്കുന്നിട്ട് ഇങ്ങനെ കഴിക്കട്ടോ. അങ്ങനെയാണ് ഒരു സ്പൂൺ ഉണ്ടാക്കിയോളൂ. അപ്പം ദാ ഇവിടെ നെയ്യൊക്കെ തകണ്ടില്ലേ, ഒരു സ്പൂൺ 2 സ്പൂൺ നെയ്യൊക്കെ ആഡ് ചെയ്യും കേട്ടോ. 2 പത്തിരി 3 പത്തിരിക്ക് 4 പത്തിരിയൊക്കെ ഉണ്ട്. നമ്മളൊന്നും കൂട്ടാതെ കഴിക്കട്ടോ. വേണ്ടോളോ, നിങ്ങളെ ശരീരമൊക്കെ ആണെങ്കിൽ നമ്മളൊക്കെ എന്തൊക്കെ കഴിക്കും, കഴിച്ചാങ്ങോട്ട് തടിക്കുന്ന ശരി. അപ്പൊ നമ്മളെ കൂട്ടാതെ എന്താ നെയ്യും പത്തിരിയൊക്കെ കഴിക്കണം കേട്ടോ. തീമൻ തന്നെ അതെ. ഉരുളക്കിഴങ്ങ് കറിയൊക്കെ അല്ലേ, ശരി ഞാൻ ഇതാക്കിക്കോളാം. തിന്നട്ടോ. കാട്ടില്ല കണ്ടില്ല നെയ്യിനെതാ ഇതിലിങ്ങനെ ഊഞ്ഞാലാടുന്നുണ്ട്. ചൂടിലിടണം, ചൂടാറിയ രസം ഉണ്ടാവില്ല. ചൂടിൽ വെക്കണം. എടി കൊളസ്ട്രോൾ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ഉരുളക്കിഴങ്ങിന്റെ കറി ഉണ്ടാക്കാണ്. തേങ്ങ അരക്കണ്ടമ്മ? തേങ്ങ അരച്ചിട്ട് എല്ലാം കുക്കറിലേക്ക് അരിഞ്ഞിടുക. ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ മഞ്ഞൾപ്പൊടി, ശേഷം മല്ലിപ്പൊടി, തേങ്ങ അതൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് തേങ്ങ പാല് കേട്ടോ. അത്ര ഉണ്ട്, നല്ല ടേസ്റ്റാണ് കേട്ടോ കറി. ഹലോ സുഖാണോ ചേച്ചി? അന്നേക്കാനും കിട്ടുള്ളത് മാക്സിമം നമ്മൾ മുതലാക്കണം അല്ലേ അജോ? സൺഡേ പപ്പൻ്റെ അജുവിൻ്റെ അത് ഓരല്ലേ അന്നൊരു ദിവസമല്ലേ നിങ്ങളെ കിട്ടുള്ളൂ. അപ്പൊ പിന്നെ നിങ്ങൾ മണ്ണാക്കണ്ടേ? എല്ലാ ദിവസം ഫുള്ള് നിങ്ങളെ ജോലി മറ്റേ വേഗം പണി എടുത്തോ. ഇന്നെന്തൊക്കെ ചേച്ചി സ്റ്റുഡിയോക്ക് പോകുന്നുണ്ട്. സൗണ്ട് ഇങ്ങനെ സൗണ്ട് ആയിട്ട് എന്താ അതിവിടെ വെയിൽ കൊണ്ട് ജലദോഷം പിടിക്കുന്നുള്ള ടെൻഷനിൽ ഉമ്മ പറയുന്നു. എന്തെങ്കിലും വാങ്ങിത്തരും. ഇന്ന് നൈറ്റിൽ വാങ്ങി കൊടുക്കൂലോ? എല്ലാവർക്കുള്ള പരാതിയാണ് ഇക്ക വീഡിയോയിൽ വരുന്നില്ല, ഇക്ക വീഡിയോയിൽ വരും. ഇക്ക ഇനി കൂടുതൽ വീഡിയോയിൽ വരും കേട്ടോ, ഇല്ലേ? കട്ട സപ്പോർട്ട് ഒന്നുമില്ലാന്നേ ഉള്ളൂ, പക്ഷെ ഫുൾ സപ്പോർട്ടാണ്. ഇനി എന്തായാലും നമുക്ക് ഇക്കാനും കൊണ്ട് ഫാമിലി ബ്ലോഗ്. ഒന്നാമത്തെ ജോലി തിരക്കില്ലേ, രാവിലെ ഇവിടുന്ന് 8:30 ഇക്ക പോകും, നൈറ്റിൽ 8:45 വരും. അതുകൊണ്ടാണ് ടൈം കേൾക്കാറ്. കഴിഞ്ഞു കേട്ടോ, വരച്ച് കഴിഞ്ഞു. അത് ഞാൻ ഗ്ലൗസ് വെറുതെ തന്നല്ലേ. തോന്നുന്നു ഭർത്താവ് കൂടി അത് സാസം ഇപ്പം പറയുന്നത് കാണലാണ്. അപ്പോൾ കുറേ ആൾക്കാർക്ക് കമൻ്റ് ചെയ്തിരുന്നു മുറ്റത്തത്തെ പുല്ലൊക്കെ കളഞ്ഞു വിടുന്നു. ഇവിടെ ആദ്യം എന്ന് പറഞ്ഞാൽ മുറ്റത്തത്തെ പുല്ല് ചെറിയ ലെവലിൽ വളരെ നല്ല രസമായിരുന്നു കേട്ടോ.
പിന്നെ ഇടയ്ക്ക് ഇപ്പോൾ മറ്റേ മെഷീനൊക്കെ വെച്ച് കട്ട് ചെയ്ത സ്ഥലമാണ്. പക്ഷെ ഇവിടെ നല്ല കാട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ക്ലീനിങ്ങിന് ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ചെറിയ ചെറിയ മഴയും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഇതാവുകയാണ്. അപ്പം നമ്മൾ തോട്ടം ക്ലീൻ ചെയ്തപ്പോൾ ഒരു പുതിയൊരു അതിഥിയുടെ എത്തിയിട്ടുണ്ട്. കൊക്കല്ലേക്കാതെ കൊക്ക്. അപ്പോൾ ഇവിടെ ഇതാ ഇക്കയും ഉപ്പയും ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ എന്താ നിങ്ങൾ പ്ലാൻ എന്താ? ഇനി ഏതായാലും പച്ചക്കറി ഒന്നും വേണ്ടിയല്ലോ കേട്ടോ. നിങ്ങൾക്ക് ആരൊക്കെ വേണമെന്നതിന് ഓൺലൈനായിട്ട് നമ്മൾ അയച്ചു തരും. വലിയ കൃഷിക്കാരിറങ്ങിന് അതാ പറയും. അപ്പോൾ നമ്മൾ കമൻറ്റിൽ 2 ആൾ കമൻറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു, മുറ്റത്തത്തെ പുല്ല് കളഞ്ഞൂടെയെന്ന്. അപ്പോൾ അത് കളയാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ പെട്ടെന്ന് പുല്ല് വരുന്നൊരു ഇതാണ് കേട്ടോ. നമ്മൾ ഇടയ്ക്ക് ഇതാക്കി കൊടുക്കുന്നതാണ്. ആദ്യം ഇത്ര ലെങ്ത്തിലുണ്ടാവില്ല ഇനിയിലേക്കാ. ഇപ്പോൾ കുറച്ചിടായിട്ടാണ് ഇത്ര ഇതായിട്ട്. അപ്പോൾ ഇന്ന് ഫുള്ള് ഇവിടെ നമ്മളെ ഗാർഡനിലും ഒക്കെ ആയിട്ടുള്ള ദിവസമാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ അലക്കിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഞാൻ പലക്കി ഇട്ടിട്ടുള്ളൂ. ക്ഷീണിച്ചേക്കാ ബൂസ്റ്റ് ആക്കിയാലോ. അപ്പോൾ ഇതാ ഇവരിവിടെ നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട്, ഏകദേശം ക്ലീനാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ പച്ചക്കറി ഒക്കെ നടാനുള്ള പ്ലാനാണ് അവർക്ക്. അപ്പം നമ്മൾ രാവിലെ കണ്ട ആ ഒരു തോട്ടത്തിൻ്റെ ഫുൾ പണി കഴിഞ്ഞിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. മൂത്തുണ്ടേക്കാ ആ സൈഡിൽ നോക്കി. അപ്പോൾ ഇക്കാന്ന് പറഞ്ഞാൽ ചെടീൻ്റെ ഒരാളാണ്. ചെടി മാത്രമല്ല കൃഷി, ചെടിയൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. ഇങ്ങനെ ഇഷ്ടമുള്ള ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. കാരണം സാധാരണ പെണ്ണുങ്ങൾക്കാണല്ലോ ഇത്രയും ഭ്രാന്തുണ്ടാവില്ല ചെടി കൊണ്ട് കേട്ടോ. ആള് ഭയങ്കര ചെടീൻ്റെ ഒരു ഇതാണ്, ചെടി ഭ്രാന്തനാണ്. നിങ്ങൾ ചെറുപ്പം മുതലേ ചെടിയൊക്കെ ഇഷ്ടമൊക്കെ? എന്തോ എനിക്ക് ഇഷ്ടമാണ്. അല്ല ഇതിലേക്ക് ഈ ഒരു അത്ര ഇഷ്ടം ചെറുപ്പത്തൊന്നുമില്ലല്ലോ. പൂത്ത് നിൽക്കണ കാണുമ്പോ രസമല്ലേ ഉണ്ടാക്കി ചെടികളും ഇതൊക്കെ, അങ്ങനെ ഒരു ഇഷ്ടം അല്ലേ. അപ്പോൾ ഇവിടെ രാത്രി കേട്ടോ മണ്ണൊക്കെ നിറക്കുന്ന ചെട്ടിയിൽ ഇക്കാ മഴ ആയിട്ടുണ്ടല്ലോ. നേരെ ലേറ്റായി. നമുക്ക് ഇന്ന് എങ്ങോട്ടാ പോണേ? എന്ത് പാത്രം? ഇല്ല വിയർത്തല്ലേക്കാ ആകെ. തിന്നല്ല അല്ലേക്കാ എനിക്കെന്താ പരിപാടി? നിങ്ങൾ രണ്ടാൾ മാത്രമേ ഇതൊക്കെ ഉണ്ട് അവിടെ അല്ലേ. അപ്പോൾ അതാ എനിക്ക് പണി തന്നിട്ടുണ്ട്, നട്ടപ്പാതിരിക്കൊരു പണി തന്നിട്ടുണ്ട്. ഇതിനെനിക്ക് എന്തായാലും ഫുഡ് വാങ്ങി തന്നിട്ടാ. നല്ല ഫുഡ് തന്നെ വാങ്ങിക്കണം. ഇതെന്താ ചാണകം? ചാണകം, ചകിരിച്ചോറ്, മണ്ണ് ഫുൾ ഇറക്കണോ? ഇത്ര അധികം? ഇത്ര തരികിട പണി എടുക്കല്ലേ. ആ തിന്നണ സുഖം ഉണ്ടാവില്ലത്. തിന്നിന് സുഖം ഉണ്ടാവില്ല. നമ്മൾ നടക്കാം, നമ്മൾ പണിയെടുക്കാൻ വിചാരിച്ചാ പിന്നെ നിങ്ങളൊക്കെ വെറുതെ വീട്ടിലിരിക്കാൻ വരും. നമുക്കൊരു കമ്പനി കൊടുക്കുന്നാല് നന്നല്ല ഈ പുട്ട് പാക്ക് ചെയ്യണം, പുട്ടുപൊടി പാക്ക് ചെയ്യണം പാക്കിങ്ങിന്. ഇപ്പോൾ കംപ്ലീറ്റ് അയക്കാം. നമ്മളിവിടെ ഉള്ള മണ്ണൊക്കെ ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. ചെറിയലും അതുപോലെ തന്നെ വലിയലും ആക്കിയിട്ട് കംപ്ലീറ്റ് ആക്കി ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നേരെ വൈകിപ്പോയില്ലേ, നേരെ വൈകിപ്പോയി ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾക്കിപ്പോൾ പുറത്ത് പോകുന്നു.
അപ്പോൾ നമ്മളിതാ ഈ ചട്ടിയൊക്കെ ഇപ്പോൾ ഇക്ക നിറച്ചതാണ് കേട്ടോ. ചട്ടി നിറച്ചിട്ടുണ്ട്. പിന്നെ കുറേ കവർ നമ്മൾ അവിടെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചോറ് തന്നെ അത് ഇത് കൊത്തി തിന്നിട്ട് ഞാൻ അങ്ങനെ കടന്നാളും അത് കൊടുക്കുന്ന തിന്നുന്നതിന് വിചാരിക്കാം. ഇതിന് എത്ര ഉണ്ട്?